തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണ് 3 മരണം. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രാഹുൽ, രൂപൽ, അലീം എന്നിവരാണ് മരിച്ചത്. തലോറിൽ ലോറികൾ കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. തലോർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ ടാലി തോമസ് ആണ് മരിച്ചത്. ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. എഞ്ചിനീയറെ മുറിയിൽ കടക്കാൻ അനുവദിക്കാതെ 26 കൗൺസിലർമാരും ഓഫീസ് മുറിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണ് 3 മരണം. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രാഹുൽ, രൂപൽ, അലീം എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. കൊടകര ടൗണിൽ വെള്ളിക്കുളങ്ങര റോഡിലുള്ള 70ഓളം വർഷം പഴക്കമുള്ള കെട്ടിടം നാരായണത്തോട്ടത്തിൽ വിശ്വംഭരൻ്റെതാണ്. കൽപ്പണിക്കാരും സഹായികളുമായ 17 അതിഥി തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ ജോലിക്ക് പോകാനായി രാവിലെ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കെട്ടിടം വീഴുന്നത് കണ്ട് 14 പേരും ഓടി രക്ഷപ്പെട്ടു. മരിച്ച 3 പേരും ബന്ധുക്കളാണ്. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ കൊടകര പോലീസും പുതുക്കാടും ചാലക്കുടി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊടകരയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് സർക്കാർ ചിലവിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പുതുക്കാട് MLA KK രാമചന്ദ്രൻ തുടങ്ങിയ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. മീഡിയ ടൈം, കൊടകര. കൊടകരയിലെ ദുരന്ത വാർത്ത കേട്ടാണ് വെള്ളിയാഴ്ച നാടാകെ ഉണർന്നത്. കൊടകരയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്. ഏകദേശം 70 വർഷത്തോളം പഴക്കമുള്ള 2 നിലകളുള്ള വീടാണ് ഇത്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൽ 50ലേറെ തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ. നാട്ടിലെ ആഘോഷത്തിന് തൊഴിലാളികൾ പോയത് വൻ ദുരന്തം കുറയ്ക്കാൻ കാരണമായി. തകർന്ന വീട് കൊടകര ടൗണിൽ തന്നെയാണെങ്കിലും വീടിന് മുൻവശത്ത് വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത്. അപകടം നടന്ന ഉടനെ രക്ഷപ്പെട്ടവർ വന്ന സമീപത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളോട് വിവരം പറഞ്ഞപ്പോഴാണ് അപകട വിവരം പുറം ലോകമറിയുന്നത്. നടവഴി മാത്രമാണ് ഈ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൻ്റെ മതിൽ തകർത്താണ് രക്ഷാപ്രവർത്തനത്തിന് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ അപകട സ്ഥലത്തേക്ക് എത്തിയത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ നേരം ശ്രമപ്പെട്ടാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. മീഡിയ ടൈം, കൊടകര. തലോറിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. തലോർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ 43 വയസ്സുള്ള ടാലി തോമസ് ആണ് മരിച്ചത്. ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ടാലിയും മകളും നടന്നു പോകുന്നതിനിടെയാണ് അപകടം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ഡാലിയും മകളും നടന്നു പോകുന്നതിനിടയിലാണ് അപകടം. ഉടൻ തന്നെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തൈക്കാട്ടുശ്ശേരി ഭാഗത്തു നിന്നും സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറിയിൽ തൃശൂർ ഭാഗത്തു നിന്നും വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരായ ടാലിയെയും മകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് ടാലി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയറെ മുറിയിൽ കടക്കാൻ അനുവദിക്കാതെ 26 കൗൺസിലർമാരും ഓഫീസ് മുറിക്ക് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി.
വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെ തീരുമാനിച്ചിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ നഗരസഭയിൽ എത്തിയപ്പോഴാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. വൈകിട്ട് 5ഓടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറി പുതിയ താഴിട്ട് പൂട്ടിയാണ് സമരക്കാർ പിരിഞ്ഞത്. തന്റെ ജോലി തടസ്സപ്പെടുത്തിയ നഗരസഭ ഭരണസമിതിക്കെതിരെ നിയമപോരാട്ടം നടത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. എനിക്ക് കോടതിയിലും നിയമത്തിലും വിശ്വാസമുണ്ട്. ഈ കാണിക്കുന്നതിനെതിരെ ഞാൻ വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷത്തോളമായി. നല്ലത് പറയേണ്ട ദിവസം അത്രയും. അതേസമയം നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സമരം ധിക്കാരവും നാണം കെട്ട കളിയുമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർ വി.ജെ. ജോർജ് പറഞ്ഞു. ഈ നഗരസഭാ കൗൺസിൽ 5 വർഷത്തേക്കുള്ളതാണ്. ഈ 5 വർഷത്തേക്കുള്ള കൗൺസിലിന് ഇനി വെറും 3 മാസം മാത്രമേ ബാക്കി നിൽക്കണുള്ളൂ. 1.25 വർഷക്കാലം ഇവർ ഇതുപോലെ ചെയ്ത പ്രവൃത്തികളെല്ലാം ഓരോന്നോരോന്നായി നഗരസഭയ്ക്ക് ദോഷകരമാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവർ നടപടിയെടുത്തില്ല? നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു, പ്രതിപക്ഷ കൗൺസിലർമാരടക്കം പലരും ഇവരുടെ അടുത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. ഞങ്ങൾ ഈ എയുടെ അടുത്ത് മാത്രമല്ല, ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾ വരുമ്പോൾ നടക്കാതെ ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹെൽത്ത് വിഭാഗത്തിലായാലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായാലും ഇവിടുത്തെ എല്ലാ വിഭാഗത്തിലും ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ സസ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ പറയണില്ല. അവരെ നേരെ വഴിക്ക് കൊണ്ടുപോകാനായിട്ട് ബഹുമാനായിട്ടുള്ള ചെയർമാന് കഴിയണില്ല. മീഡിയ ടൈം ചാലക്കുടി. ശക്തമായ മഴയെ തുടർന്ന് പറവൂരിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി. കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട്, വീടുകളിലും വെള്ളം കയറി. വടക്കേക്കര, പുത്തൻവേലിക്കര, കരുമാലൂർ, കുന്നക്കര പഞ്ചായത്തുകളിലെ തീരദേശ പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. വടക്കേക്കര പഞ്ചായത്തിലെ സത്താർ ഐലൻഡിൽ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളം കയറി. 114 കുടുംബങ്ങളാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത്. ശക്തമായ വേലിയേറ്റം ഉണ്ടാകുമ്പോഴും ഇവിടെ കരയിലേക്ക് വെള്ളം കയറുക പതിവാണ്. പലപ്പോഴും മുട്ടിനുമേൽ വെള്ളത്തിന് നീന്തി വേണം ജനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ നിന്നും കൊട്ടുവള്ളിക്കാട്ടിലേക്കുള്ള നടപ്പാലം മാത്രമാണ് ഏക ഗതാഗത മാർഗം. പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ എളന്തിക്കര, കണക്കൻകടവ്, കോഴിത്തുരുത്ത്, ചെറുകടപ്പുരം, തേലത്തുരുത്ത് പ്രദേശങ്ങളിലും കരുമാലൂർ പഞ്ചായത്തിലെ പുറപ്പിള്ളിക്കാവ്, മാഞ്ഞാലിപ്പുഴയുടെ തീരപ്രദേശങ്ങളിലും കുന്നുകര പഞ്ചായത്തിലെ ചെറിയ തേക്കാനം, കാരക്കാത്തുരുത്ത്, അമ്മണത്ത് പള്ളം, ചാലാക്ക ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചാലാക്ക ഗവൺമെൻറ് LP സ്കൂളിൽ 7 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയിട്ടുള്ള ഏത്തവാഴത്തോട്ടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മീഡിയ ടൈം പറവൂർ. ശക്തമായ മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂർ കനോലി കനാൽ കര കവിഞ്ഞൊഴുകി. നിരവധി വീടുകൾ വെള്ളത്തിലായി. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. ഡാമുകൾ തുറന്നതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ എൽത്തുരുത്ത്, കോട്ടപ്പുറം കോട്ട, പാലിയംതുരുത്ത്, കാവിൽക്കടവ്, ഒഴുവത്തുകടവ്, വയലാർ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല, ഗോതുരുത്ത് എന്നിവിടങ്ങളിൽ തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ്. വയലാർ വാർഡിലെ സരോവരം അംഗനവാടി വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ്. ആനാപ്പുഴ, അഞ്ചങ്ങാടി, കിഴക്ക് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ VR സുനിൽകുമാർ MLA സന്ദർശിച്ചു. മഴ തുടർന്നാൽ മറ്റൊരു പ്രളയത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശം. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. എടത്തുരുത്തി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാലവർഷക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് മൂലം അധ്യയനം മുടങ്ങുന്നതിനെതിരെ സ്കൂൾ PTA കമ്മിറ്റി രംഗത്ത്. ഇത് സംബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ അടിയന്തര യോഗം PTAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും ഉണ്ടെന്നിരിക്കെ സ്ഥലപരിമിതി മൂലം പ്രയാസമനുഭവിക്കുന്ന ചാമക്കാല സ്കൂളിനെ ക്യാമ്പിനായി തിരഞ്ഞെടുത്തത് നീതിക്ക് നിരക്കാത്തതാണെന്ന് യോഗം വിലയിരുത്തി. 115ലധികം പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. സ്കൂൾ തുറന്ന് 1 മാസം തികയും മുമ്പേ അധ്യയനം മുടങ്ങിയതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ്. കൂടാതെ വൻതോതിൽ മാലിന്യ നിക്ഷേപവും ഉണ്ടായിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടിയും എടുത്തിട്ടില്ല. അധ്യയനം ഇനിയും മുടങ്ങിയാൽ കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന തീരുമാനവും ചില രക്ഷിതാക്കൾ കൈക്കൊണ്ടതായി യോഗം ചൂണ്ടിക്കാട്ടി. സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ നേരിട്ട് ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു നീങ്ങുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി.
ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബന്ധപ്പെട്ട മറ്റു സർക്കാർ വകുപ്പുകൾ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. PTA പ്രസിഡന്റ് CB അബ്ദുസമദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, പ്രധാനാധ്യാപകൻ M രാജേഷ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ, വികസന സമിതി കൺവീനർ പ്രഫുല്ല ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, MPTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നിലമ്പൂരിൽ LDFനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം NDAക്ക് ഗുണമായെന്നും വോട്ടിൽ വർധനവുണ്ടായെന്നും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സാധാരണക്കാരെ ഭീതിയിലാക്കി വോട്ട് ചെയ്യിപ്പിക്കുന്ന തന്ത്രമാണ് LDFും UDFും സ്വീകരിച്ചത്. വർഗീയതയ്ക്കെതിരെ പോരാടുന്നുവെന്ന് മത്സരിച്ച് അവകാശപ്പെടുന്ന ഇടത് വലത് മുന്നണികൾ നിലമ്പൂരിൽ പറ്റിയത് തീവ്ര വർഗീയതയാണ്. നിലമ്പൂരിൽ NDA വികസനം പറഞ്ഞാണ് ജനങ്ങൾക്കിടയിലേക്ക് ചെന്നത്. എന്നാൽ ഇടത് വലത് മുന്നണികൾ വോട്ട് തേടിയത് വർഗീയത പറഞ്ഞാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതികൾ പേരു മാറ്റുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരള സർക്കാർ നടത്തുന്നത്. വികസനത്തിന് കേരളത്തിന് വേണ്ടി കേന്ദ്രം ധാരാളം പണം നൽകുന്നു. അത് വിനിയോഗിക്കാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൊടകര പഞ്ചായത്തിൽ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ജീർണിച്ച കെട്ടിടത്തിൽ അതിഥി തൊഴിലാളികളെ അനധികൃതമായി താമസിപ്പിച്ച് വൻ അപകടം വരുത്തിവെച്ച് 3 ജീവനുകൾ കൊലയ്ക്ക് കൊടുത്ത അധികാരികൾക്കെതിരെ നടപടി സ്വീകരിക്കുക, അപകടത്തിൽപ്പെട്ടവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജു മോൻ വട്ടേക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. BJP നോർത്ത് ഏരിയ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, ഏരിയ ജനറൽ സെക്രട്ടറി ബിബിൻ OB, വിപിൻ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. കൊടകരയിൽ 2 നില കെട്ടിടം തകർന്നു വീണ് 3 മരണം. മാള അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ജൂൺ 29 തുടക്കമാകും. വൈകിട്ട് 4:45 മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ നിന്നും തെളിയിച്ച ദീപശിഖയ്ക്ക് അമ്പഴക്കാട് പള്ളിയിൽ സ്വീകരണം നൽകും. തുടർന്ന് കൊടിയേറ്റം നടക്കും. ജൂലൈ 3 ദുക്രാന തിരുനാൾ ദിനത്തിൽ കുർബാനയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നേർച്ചയൂട്ട്, പ്രദക്ഷിണം എന്നിവ നടക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ജോസ് അരിക്കാട്ട്, ഫാദർ റിജോ എടത്തിരുത്തിക്കാരൻ, ഷൈജൻ തോമസ് കുന്തൻ, സിസ്റ്റർ സ്റ്റെല്ല, പ്രവീൺ ചുള്ളി, ജോർജ് മേനാച്ചേരി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. തുടർന്ന് 30-ാം തീയതി ജൂൺ 30 തിങ്കളാഴ്ച ഇടവക ദിനാഘോഷമാണ്. തുടർന്ന് 1-ാം തീയതി വിശുദ്ധ കുർബാനയും അതുപോലെ വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയും വചന പ്രഘോഷണവും ഉണ്ട്. 2-ാം തീയതിയാണ്, ജൂലൈ 2-ാം തീയതിയാണ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഭക്തിസാന്ദ്രമായ വിശുദ്ധന്റെ കൂടുതുറക്കലുള്ളത്. ആ വിശുദ്ധന്റെ കൂടുതുറക്കൽ ചടങ്ങിനായിട്ട് ഇടവകയിൽ തന്നെ ഉള്ള സമർപ്പിതരാണ് കടന്നു വരുന്നത്. അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ വിശുദ്ധ കുർബാനയും വചന പ്രഘോഷണവും ചെയ്യുന്നത്. അന്ന് ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച വചന പ്രഘോഷണത്തിനായിട്ട് കടന്നു വരുന്നത് പാറക്കടവ് പള്ളിയിലെ വികാരിയച്ഛൻ ചാൾസ് ചിറ്റാട്ടുകരച്ചനാണ്. തുടർന്ന് 3-ാം തീയതി തിരുനാൾ ദിനം വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പഴവർഗ കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഹോം ഗ്രോൺ എക്സ്റ്റൻഷൻ മാനേജർ VC സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് KV ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ED സാബു സംസാരിച്ചു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് പുഗാസ മാള മേഖല കമ്മിറ്റി കൂരിരുട്ടിൻ നാളുകൾ അടിയന്തരാവസ്ഥ എന്ന വിശകലനം എന്ന വിഷയത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. പുഗസ ജില്ലാ സെക്രട്ടറിയായ MN വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. TK കബീർ അധ്യക്ഷത വഹിച്ചു. മേഖല സെക്രട്ടറി ഷീബ, എഴുത്തുകാരനും പ്രഭാഷകനുമായ MJ ശ്രീചിത്രൻ, CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ് അടിയന്തരാവസ്ഥയുടെ ക്രൂരതയനുഭവിച്ച പരമേശ്വരനെ ആദരിച്ചു. ശ്രീ അഷ്റഫ് തേമാലി പറമ്പിൽ മുഖ്യാതിഥിയായി. TK സന്തോഷ്, അഡ്വക്കേറ്റ് ജയരാമൻ, MC പോൾ, അഡ്വക്കേറ്റ് ഹക്ക് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആളൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് PP പുഷ്പാൻകദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് M അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KK ഹനീഫ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PS സേതുമാധവൻ നവാഗതരെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു.
പെൻഷനറുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി TS, MBBS MD +2 ഫുൾ A+ നേടിയ അനറ്റ് മരിയ ബാബു, CBSE +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A1 നേടിയ ആദിദേവ് C സുരേഷ് എന്നിവരെ ആദരിച്ചു. KS മുരളീധരൻ, KK ദേവസിക്കുട്ടി, ബ്ലോക്ക് വനിതാ വേദി കൺവീനർ EV രമണി, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ MK ഉത്തമൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് EB സുശീല, VA ജോണി, മേരി AJ, VN സുനിൽ, സുരേഷ് ബാബു CC, ആൻഡോ KL എന്നിവർ സംസാരിച്ചു. കാനകളുടെ മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തത് മതിലകം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും നടത്തി. മതിലകം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. മതിലകം സെന്റർ, മതിലകം വില്ലേജ് ഓഫീസ്, ചെമ്പൈ പാടം, സലഫി മസ്ജിദ്, സെന്റ് ജോസഫ് ഹൈസ്കൂൾ തുടങ്ങിയ നിരവധിയായ പ്രദേശങ്ങൾ അശാസ്ത്രീയമായ കാന നിർമ്മാണം കൊണ്ടും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെ അലംഭാവം കൊണ്ടും മഴവെള്ളം കൃത്യമായി ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയിലാണുള്ളത്. ജനങ്ങൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത വലിയ ദുരിതത്തിലാണ്. ഇതിൽ പ്രതിഷേധിച്ച് നടന്ന പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS ശശി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ OO ജെൻഡിൻ, റാഫി PA, ജമാൽ പാമ്പിനെഴുത്ത് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ ജില്ലയിലെ ഏക ഡി-അഡിക്ഷൻ സെന്റർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ സെന്റർ ചാലക്കുടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുനർനിർമ്മാണം പൂർത്തിയായി 28 ശനിയാഴ്ച വൈകിട്ട് 3:30 ഉദ്ഘാടനം ചെയ്യുമെന്ന് ലയൺസ് ഭാരവാഹികൾ അറിയിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. എക്സൈസ് വകുപ്പിന്റെയും ചാലക്കുടി നഗരസഭയുടെയും നിർദ്ദേശപ്രകാരം 8.5 ലക്ഷം രൂപ ചിലവഴിച്ച് ചാലക്കുടി ലയൺസ് ക്ലബ്ബാണ് ഈ പുനരുദ്ധാരണ പ്രക്രിയ ഏറ്റെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോമി കാവുങ്കൽ, മുൻ മൾട്ടിപ്പിൾ കൗൺസിലർ ചെയർമാൻ സാജു പാത്താടൻ, സെക്രട്ടറി VS സന്ദീപ്, ബിജു പെരേപ്പാടൻ, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ട്രഷറർ ഈപ്പൻ തോമസ് എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണ് 3 മരണം. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രാഹുൽ, രൂപൽ, അലീം എന്നിവരാണ് മരിച്ചത്. തലോറിൽ ലോറികൾ കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. തലോർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ ടാലി തോമസ് ആണ് മരിച്ചത്. ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. എഞ്ചിനീയറെ മുറിയിൽ കടക്കാൻ അനുവദിക്കാതെ 26 കൗൺസിലർമാരും ഓഫീസ് മുറിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.